ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മീഷോ പ്രോഡക്റ്റ് അൺബോക്സിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസം മുൻപാണ് ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിന്ന് എൻ്റെ കൈ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ കത്രികയൊക്കെ വെച്ചിട്ട് ഞാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ഹാൻഡ് ബീറ്ററാണ്. ബേക്ക് കേസിനും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതായിട്ടുള്ളൊരു സാധനമാണ് ബീറ്റർ. ഇത് സ്കാർലറ്റിൻ്റെ 7 സ്പീഡ് വരുന്നൊരു ബീറ്ററാണ്. ഇതേ സെയിം സാധനം തന്നെയാണ് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതുവരെ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബ്ലേഡ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വേറൊരു ബീറ്റർ വാങ്ങിച്ചത്. ഇതേ സെയിം ബീറ്റർ തന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1200 രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മീഷോയിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലിതുപോലെ 2 ബ്ലേഡാണ് വരുന്നത്. ഒന്ന് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മുട്ട ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനും ഒന്ന് നമുക്ക് മാവൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ ബീറ്റർ. ഇതിന് നോർമൽ ബീറ്ററിൻ്റെ അത്ര വലിപ്പമോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഈ ഒരു ബീറ്ററിൻ്റെ പവർ എന്ന് പറയുന്നത് 260 വാട്ടാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ കൂടെ ഉണ്ടായിരുന്നു. അതിലത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പൂണ് ഫോർക്കൊന്നും വെച്ച് അതിൽ ടച്ച് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് അതിലുള്ള ബ്ലേഡ് നമ്മൾ റിമൂവ് ആക്കിയിട്ട് വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ. നമ്മൾ 3 മിനിറ്റ് കൂടുതൽ തുടർച്ചയായിട്ട് ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബീറ്ററിൻ്റെ വള്ളിക്ക് നീളം കുറവാണ്. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഓൺ ചെയ്ത സമയത്ത് അത് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പഴയ ബീറ്റർ പോലെ തന്നെയാണ്, എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബീറ്റർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.